പുതുമുഖ സംവിധായകനായ RJ ശരത്ചന്ദ്രൻ സംവിധാനം ചെയ്ത് വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, സെറീന ഷിഹാബ് തുടങ്ങിയവർ ലീഡ് റോൾ എഴുതിയ ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന സിനിമ. സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ റേഞ്ചിലാണ്. വിജയരാഘവന്റെ ടൈറ്റിൽ റോൾ ഔസേപ്പ്. പുള്ളിക്ക് അത്യാവശ്യം സ്വത്തുക്കളൊക്കെ ഉണ്ട്. ഹൈ റേഞ്ചിൽ കുറേ എസ്റ്റേറ്റും കാര്യങ്ങളും കൃഷിയൊക്കെ ആയിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മക്കൾ 3 പേരാണ്. ആദ്യത്തെ ആള് ദിലീഷ് പോത്തനാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്, തഹസിൽദാറാണ്. രണ്ടാമത്തെ ആൾ പോലീസ് ഓഫീസറാണ്, കലാഭവൻ ഷാജോൺ. മൂന്നാമത്തെ ഹേമന്ത് മേനോനാണ് ആ റോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും ഈ മൂത്ത 2 ആൺമക്കൾ അത്യാവശ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അച്ഛൻ നല്ല പിശുക്കനാണ്. ആ ക്യാരക്ടറൈസേഷനൊക്കെ സിനിമയിൽ ചില സീനുകൾ കൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിജയരാഘവന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ മകൻ അത്യാവശ്യം സാമൂഹിക കാര്യങ്ങളൊക്കെ ഇടപെട്ടും ടൈഗർ റിസർവുകളിലൊക്കെ സർവേ ചെയ്തൊക്കെയാണ് കഴിഞ്ഞു കൂടുന്നുള്ളത്. പുള്ളിക്ക് ഒരു അത്യാവശ്യത്തിന് തൻ്റെ ചെറിയച്ഛനെ മോളുടെ കല്യാണത്തിന് പൈസ കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കണം. അപ്പോൾ 3 പേർക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി അച്ഛനോട് ചോദിക്കുന്നു. പക്ഷേ അച്ഛൻ ഒന്ന് വിസമ്മതിക്കുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ദിവസം വേറെ നിവർത്തിയില്ല, അച്ഛൻ തന്നെ തരണം എന്നുള്ള രീതിയിലൊരു രാത്രി വരികയാണ്. അന്ന് നടക്കുന്ന ഒരു ക്രൈം, പിന്നീട് നടക്കുന്ന അന്വേഷണവുമാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. മൊത്തത്തിലൊരു സീക്രറ്റ് ത്രില്ലറല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. കാരണം ക്രൈം നടക്കുന്നു, അവരുടെ ഒരു ഇമോഷണൽ സീനുകളാണ് പിന്നീട് നടക്കുന്നത്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട്. പക്ഷെ ആ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത് ഭയങ്കര ഫ്ലാറ്റ് ആയിപ്പോയി ആ ഇൻവെസ്റ്റിഗേഷൻ സീൻസൊക്കെ. അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ എൻഗേജിങ് ആക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവസാന കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ഇതുള്ളത്. പിന്നീട് ഈ ക്രൈം മെയിൻ ഈ സംഭവം നടക്കുന്ന ആ സംഭവത്തിലേക്ക് സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. സിനിമ 2 മണിക്കൂറിൽ താഴെയാണെങ്കിൽ പോലും വളരെ നല്ല ദൈർഘ്യം നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കുറച്ച് സമയത്തിൽ കൊണ്ടാണ് ആ സംഭവത്തിലേക്ക് എത്തുന്നത് തന്നെ. അതിനുശേഷം പിന്നീട് അവരിൻ്റെ മാനസികാവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ എത്തുമ്പോഴൊക്കെ തന്നെ ഏകദേശം സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കടക്കും. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മളെ സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു നമുക്ക് ആദ്യം തന്നെ അറിയാം ക്രൈം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പക്ഷേ ക്ലൈമാക്സ് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഇമോഷണൽ ഡ്രാമയാണ്, ഒരു ക്രൈം ഡ്രാമയാണ്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്നുള്ള ഈ സിനിമ. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരു സിനിമ. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് എല്ലാവരുടെയും പെർഫോമൻസ് തന്നെയാണ്. ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, വിജയരാഘവൻ എന്നിവരുടെ ഗംഭീര പെർഫോമൻസ് സിനിമയിലുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.